ഈ മുടിയൊക്കെ കെട്ടിയിട്ട് എന്താണ് പരിപാടി എന്ന് നോക്കി കഴിഞ്ഞാൽ അതെ ഫസ്റ്റ് തന്നെ ഒരു ഫ്ലോപ്പാണ്. വറുത്തരച്ച ചിക്കൻ കറി എന്നല്ല, നമ്മൾ ഇന്നത്തെ ദിവസം നാടൻ കോഴി മേടിച്ച്, അപ്പോൾ അതൊന്ന് കറിയാക്കാനുള്ള പരിശ്രമത്തിലാണ്. എനിക്ക് ഇൻസ്ട്രക്ഷൻ തരാന്ന് പറഞ്ഞോണ്ടാണ് ഞാൻ വന്നേക്കണേ. എനിക്ക് ഇതിനെപ്പറ്റി വലിയ പിടിയില്ല. അതെ, സീനിയർ ആയിട്ടുള്ള കുക്ക് അവിടെ ഇരിപ്പുണ്ട്. അമ്മ സീരിയൽ കണ്ട് ഇപ്പൊ ഇത് എന്തിട്ടണം വെളുത്തുള്ളിയൊക്കെ നന്നാക്കിയിട്ട് സീരിയൽ. അയ്യോ കിട്ടണില്ലടി, ക്ലാരിറ്റി ഇല്ല. നിച്ചപ്പം തല്ലാൻ മഞ്ഞ്. അയ്യോ വെളിച്ചെണ്ണ ചൂടാവാൻ വെച്ചിരുന്നേ. അപ്പൊ ഇതിലേക്ക് നമ്മള് സവാള ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ എത്ര സവാള അരിഞ്ഞിട്ടുണ്ടാവുമെന്നാണ് ചോദിച്ചത്. കാരണം സവാള അരിഞ്ഞത് അമ്മയായിരുന്നു. സവാള ഒരു 5 എണ്ണം ഒക്കെ ഉണ്ടാവല്ലേ? 5 സവാള അരിഞ്ഞത് ചെറുതായി അരിഞ്ഞത് നമ്മൾ എണ്ണയിട്ടിട്ട് വാടാൻ വേണ്ടി ഇട്ടു. ഇപ്പം നമ്മൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതിങ്ങനെ മിക്സിയിലൊന്ന് ചെറുതായിട്ട് ചെയ്തതാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തു. ഇപ്പോൾ ഇത് നമ്മുടെ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടാറിയിട്ട് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കും. അപ്പോൾ ഇനി അതും കൂടി കഴിഞ്ഞിട്ട് കാണാം. ഇപ്പം നമ്മുടെ തേങ്ങ ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. ഇതിപ്പോൾ നേരത്തെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരച്ച മിക്സിയാണ് കേട്ടോ, അതുകൊണ്ടാണ് അതിൻ്റെ സൈഡിലൊക്കെ വരന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അരച്ചിട്ട് കാണാം. നമ്മുടെ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പൊടികളൊക്കെ ഒന്ന് വറക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കണ്ണനാണ് ഇതിൻ്റെ ഒരു മാസ്റ്റർ പ്ലാനൊക്കെ വെച്ചേക്കുന്നത്. അങ്ങനെയൊന്നുമില്ല കേട്ടോ, ഇതെവിടെയോ കണ്ട ഒരു വീഡിയോയിൽ പറഞ്ഞേക്കണേണ്. അപ്പോൾ അത് പൊടികളൊക്കെ വീഡിയോ അല്ലേ, പിന്നെ എങ്ങനെ ഇതറിഞ്ഞേ? അറിയൊന്നുമില്ല, നമ്മൾ ചെയ്യണം. ബാക്കി പൊടികളൊക്കെ അപ്പോൾ ഇപ്പോൾ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനിയിപ്പോൾ മസാലപ്പൊടി ഇട്ട് കൊടുത്തു. ഇട്ടോ? ഓക്കെ. ഇനിയിപ്പം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. കുരുമുളക് വേണോ? ചിക്കൻ കറി തരാം. പൊടി വേണേ കുറച്ചുകൂടി ചേർത്തോ? കുരുമുളക് വേണോ? കുറച്ച് ചേർക്കാം അല്ലേ? ഇപ്പൊ ഇതേ കുരുമുളക് പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചേ പൊടികളൊക്കെ കൂടി എടുത്തിട്ട് ഇതുപോലെ വെച്ചാൽ പിന്നെ നമുക്ക് നേരെ ചൂടാക്കി വെച്ചേക്കാമല്ലോ. പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ സവാളയൊക്കെ വാടിയപ്പോഴത്തേക്ക് ഞാൻ പൊടികൾ ചൂടാക്കിയതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി ചേർക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ തക്കാളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ തക്കാളിയും ഇടണം. ബാക്കി ഇഞ്ചി വെളുത്തുള്ളി സവാളയൊക്കെ കൂടി വാട്ടി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഈ പൊടികൾ ഞാൻ ചേർത്തതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചില്ലേ, അപ്പോൾ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ഒന്ന് വാടിക്കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഐറ്റംസൊക്കെ ചേർക്കാം. ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഈ അരപ്പും കൂടി ഈ ചിക്കൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മളൊരു കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അതെല്ലാം കൂടി എടുത്തേക്കാം. അതെ, ഈ ചിക്കൻ വേവാൻ വേണ്ടി കുറച്ച് സമയം എടുക്കുക. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു കുക്കറിലേക്ക് മൊത്തം മാറ്റി. അപ്പോൾ ഇനിയിപ്പോൾ ഇത് വിസിൽ വന്നിട്ട് നമുക്ക് നോക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ കറി ഞാൻ അവിടെ സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ ചുമ്മാ കുറച്ച് നേരം ഇങ്ങോട്ട് മാറിയതാണ്. സമയം 1 മണിയൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കേണ്ട സമയമൊക്കെ കുറച്ചായി. എന്നാലും കുഴപ്പമില്ല, റെഡി ആവട്ടെ, എന്നിട്ട് കഴിക്കാം അല്ലേ, നല്ലതായിട്ട് എത്തിയാൻ പറ്റും. ഇന്നിപ്പം ഇത് ഈ ഒരു പുള്ളിക്കാരനാണ് നമ്മളെ ശരിക്കും പറ്റിച്ചത്. കാരണം ഇത് ഇന്നലെ രാത്രി ഭക്ഷണം കഴിക്കാണ്ട് കിടന്നിട്ടേ ഇതിൽ ഗ്യാസ് കയറിയിട്ട് വയ്യായിരുന്നു. എന്നിട്ട് പുള്ളി ആകെ അസ്വസ്ഥതയൊക്കെ കാണിച്ചപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നഴിക്കാൻ നമുക്ക് ചിക്കൻ മേടിച്ചത്. അതാണ് മൊത്തം ഡിലേ ആയിപ്പോയത്. അല്ലെങ്കിൽ സൺഡേ ആണെങ്കിലും ഞാൻ കുറച്ചും കൂടി നേരത്തെയൊക്കെ തീർക്കും. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും, അവന് വയ്യാതെ. ഇപ്പം പിന്നെ കൊണ്ടുപോകാമെന്ന് വെച്ചാൽ അങ്ങനെ പോയതാണ്. ഇനി നമുക്ക് റെഡിയായിട്ട് ഞാൻ കാണിച്ചു തരാം. ഫുഡ് കിട്ടാതെ വിശന്ന് പൊരിഞ്ഞ് ഇവിടെ ഓരോരുത്തരിയ്ക്കുകയാണ് കേട്ടോ. 2 പേരിവിടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
ആര് കഷ്ടപ്പെട്ട് ഇപ്പൊ നമുക്ക് കുക്കർ തുറക്കാറായോ നോക്കാം അല്ലേ? കുക്കർ ചിക്കൻ വേണ്ടേ? കുക്കർ ചിക്കൻ കുക്കറിന്റെ വിക്സിലൊക്കെ എത്രത്തോളം പോയിട്ടുണ്ട് ഉണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് പോയിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്യാം അല്ലേ? കുക്കറിൻ്റെ പിന്നിലൊരു കഥയുണ്ട് കേട്ടോ. കാരണം നമ്മുടെ കുക്കർ ഇപ്പോൾ കേടായി. ഇന്നലെ തൊട്ട് അതിൻ്റെ അകത്തൊന്നും റെഡി ആവുന്നില്ല. ബെൽറ്റൊക്കെ എന്തോ പ്രശ്നം പറ്റിയിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ പോയി ഇപ്പോൾ കുക്കർ എടുത്തിട്ട് വന്നിട്ട് അതിൽ വെച്ച് നമ്മൾ ചെയ്തതാണ്. കാരണം ഈ ചിക്കൻ വേവുള്ളതുകൊണ്ടേ ഇതിങ്ങനെ പെട്ടെന്ന് ആകാനുള്ള സാധ്യത കുറവാണ് നമ്മൾ ചീനച്ചട്ടിയിലൊക്കെ ഇട്ടിട്ടെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേഗം പോയിട്ട് കുക്കറൊക്കെ എടുത്ത് പുതിയ കുക്കറിൽ പുതിയ ചിക്കൻ കറി വെച്ചേക്കാണ്. പിന്നെ നമുക്ക് തുറന്നിട്ട് നോക്കാം. ഇനി നമ്മുടെ ചിക്കൻ കറി ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം ഇതെങ്ങനെയുണ്ട്, എന്തെങ്കിലും കുറവുണ്ടോ കൂടുതലുണ്ടോ എന്നൊക്കെ നോക്കാം കേട്ടോ. ഉണ്ടല്ലേ ചിക്കൻ കറിയിൽ ഇച്ചിരി വെള്ളം കൂടുതലുണ്ടായി. അപ്പം ഞാനിത് പറ്റിക്കാനിട്ടു. പിന്നെയെന്ന് വെച്ചാൽ ഇപ്പം നമ്മളത്തേക്ക് ഇത്തിരി ചാറോടെ കഴിക്കാനാണ് ഇഷ്ടം തോന്നണത്. അപ്പം നമ്മൾ കുറച്ച് ചാറോടെ എടുത്തു. അപ്പം ഇതേ ഇവരൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നിച്ചുമോനി ഞാൻ കൊടുക്കാൻ പോവാം കേട്ടോ ചോറ്. ഇപ്പം ഏകദേശം ഒരു 2 മണിയൊക്കെ ആവാറായി. കുറച്ച് വൈകിപ്പോയി. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഒരു ടാറ്റയും കൂടി കൊടുത്തിട്ട് വൈൻഡപ്പ് ചെയ്യാം. ടാറ്റാ. അപ്പം ഞാനും കൂടി ഫുഡ് കഴിക്കാൻ നോക്കട്ടെ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റാ.